നമ്മൾ അധിക പേരും ഉപയോഗിക്കുന്ന ആംപ്ലിഫയറുകളിൽ ഇങ്ങനെയുള്ള ട്രാൻസ്ഫോമറിൽ നിന്ന് ഡുവൽ സപ്ലൈ ഉണ്ടാക്കാറുണ്ട്. അതായത് പ്ലസ് മൈനസ് ഗ്രൗണ്ട്, അങ്ങനെ 3 പൊളാരിറ്റി ഉള്ള സപ്ലൈ ആണ് നമ്മൾ സാധാരണ നമ്മളെ സബ് ആമ്പ് അങ്ങനെയുള്ള വലിയ വലിയ ആമ്പുകളിലും ഈ ഹോം തിയേറ്ററുകൾ അങ്ങനെയുള്ളതിലൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഉപയോഗിക്കുന്ന ആ 12 വോൾട്ട് ഡുവൽ സപ്ലൈ ആണെങ്കിലും 24 വോൾട്ട് ആയാലും 27 വോൾട്ട് ആയാലും നമുക്ക് അതിൽ നിന്ന് ഇപ്പോൾ ടാപ്പിംഗ് ആവശ്യമുണ്ട് വിചാരിക്കുക. അതായത് 12 വോൾട്ട് ഔട്ട്പുട്ട് നമുക്ക് കിട്ടണമെന്ന് വിചാരിക്കുക. അപ്പൊ 12 വോൾട്ട് വേണമെങ്കിൽ നമ്മൾ എങ്ങനെ എടുക്കും? അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് പേര് അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയവരാണ്, അത്യാവശ്യം ഇലക്ട്രോണിക്സ് ഐഡിയകളൊക്കെ ഉള്ള ആളുകളാണ്. അപ്പൊ അധികം ആളുകളോട് ഇത് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ അതറിയാത്ത ആളുകളും ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരുടെ ഒരുപാട് കമന്റ്സ് എനിക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ ആണ് ഈ 12 വോൾട്ട് ടാപ്പിംഗ് എടുക്കുന്നതിനെ പറ്റി പറഞ്ഞത്. അപ്പൊ അത് എങ്ങനെയാന്ന് വെച്ചാൽ ഇതൊരു ടോറോയിഡൽ ട്രാൻസ്ഫോമർ ആണ്. ഇത് 32 വോൾട്ട് ടോറോയിഡൽ ട്രാൻസ്ഫോമർ ആണ്. അതേപോലെ തന്നെ നമ്മളെ കയ്യിൽ ഒരു 27 വോൾട്ട് 5 ആംപിയറിന്റെ ഒരു സെന്റർ ടാപ്പ് ട്രാൻസ്ഫോമർ ഉണ്ട്. അപ്പൊ നമ്മൾ ഇത് രണ്ടും വെച്ചിട്ട് ഇതിന്ന് രണ്ടും എങ്ങനെ ടാപ്പിംഗ് എടുക്കുന്നതെന്ന് പറയാം. അപ്പൊ ഈ ട്രാൻസ്ഫോമറിൽ ഇതാണ് ഇതിന്റെ ഡുവൽ സപ്ലൈന്റെ സർക്യൂട്ട്. ഇത് ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ വെച്ചിട്ട് നമ്മൾ അതിന്റെ 2 എൻഡിലുള്ളത് റെക്ടിഫൈ ചെയ്തെടുത്തിട്ട് ഗ്രൗണ്ട് ഈ കപ്പാസിറ്ററിന്റെ 2 പൊളാരിറ്റിയിൽ 2 പോൾസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇത് ഡുവൽ സപ്ലൈ ആക്കിയിട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് ഒരു എക്സ്ട്രാ ടാപ്പിംഗ് കൂടി ഉണ്ട്. അത് മറ്റ് ബോർഡിലെ മറ്റ് സെക്ഷനൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതാണ് 32, ഇതാണ് ഞാനിപ്പോ ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സെക്ഷൻ. ഇത് ഇതിന്റെ AC ഇൻപുട്ട് ആണ്. ഇവിടെ കാണാൻ 220 വോൾട്ട് AC 250 വോൾട്ട് AC ആണ്. അതുപോലെ ഇത് അതിന്റെ ഒരു എക്സ്ട്രാ ടാപ്പിംഗ് ആണ്. അപ്പൊ ഇങ്ങനെയാണ് സാധാരണ ഒരു ആവറേജ് ട്രാൻസ്ഫോമർ ഉണ്ടാവുക. അപ്പൊ ഈ 32 വോൾട്ട് ട്രാൻസ്ഫോമറിൽ നിന്ന് ഈ 32ന്റെ ഈ സെക്ഷനിൽ നിന്ന്, അതായത് ഈ ലൈൻ ACന്ന് നമുക്ക് ഒരു 12 വോൾട്ട് ആണ് ഔട്ട്പുട്ട് വേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ പോയിന്റിൽ നിന്ന് നമ്മൾ ഇത് ഈ സെക്ഷനിൽ ഒരു സാധാരണ സെന്റർ ടാപ്പിന്റെ ഒരു കണക്ഷൻ നമ്മൾ ഈ AC ഇൻപുട്ട് നിന്ന് വലിക്കുക. അതായത് നമ്മൾ ഇതുപോലെ സാധാരണ ഡയോഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിനകത്തുനിന്ന് ഒരു സപ്ലൈ ഉണ്ടാക്കുക. അതായത് ഇങ്ങനെയുള്ള ഈ സർക്യൂട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരുവിധം എല്ലാവർക്കും അറിയാലോ. അപ്പോൾ സെന്റർ ടാപ്പിൽ നിന്ന് നമ്മൾ പവർ സപ്ലൈ ഉണ്ടാക്കാൻ നമ്മൾ ഇതുപോലെ 2 ഡയോഡിന്റെ കാത്തോഡ് സൈഡ്, അതായത് ആ ലൈനുള്ള സൈഡ് ജോയിൻ ചെയ്തിട്ട് ഇതിന്റെ ഈ 2 യെല്ലോ വയറിൽ ഈ ഡയോഡ് കൊടുത്തിങ്ങോട്ട് എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഈ പോയിന്റിൽ പോസിറ്റീവ് വോൾട്ടേജ് കിട്ടും. അതേപോലെ ഇവിടെ നെഗറ്റീവ് കിട്ടും. അപ്പോൾ ആ രണ്ടും എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഫിൽട്ടർ ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടുന്ന് ഔട്ട്പുട്ട് റെഗുലേറ്റ് ചെയ്തെടുക്കണം 12 വോൾട്ട്. എന്നാലേ നമുക്ക് ഈ ലൈനിൽ നിന്ന് 32 വോൾട്ടിൽ നിന്ന് നമുക്ക് 12 വോൾട്ട് കിട്ടുള്ളൂ. ഇനി അതല്ല നമ്മൾ ഇങ്ങനത്തെ നിന്നാണ് എടുക്കുന്നത്, അതായത് എന്റെ എക്സ്ട്രാ ടാപ്പിംഗ് ഇതുപോലെ 2 ലൈനുള്ള ടൈപ്പ് ആണെങ്കിൽ അപ്പൊ 2 ലൈനുള്ള ഇതിന്ന് ഏതെങ്കിലും 12 വോൾട്ടോ 9 വോൾട്ടോ ആയിരിക്കും. അപ്പൊ അതിന് ചിലതിന് ഇതുപോലെ ഇവിടെ ഡാറ്റ എഴുതിയിട്ടുണ്ടാവും. അതായത് ഇപ്പൊ ഇതിൽ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അത് എല്ലാ ട്രാൻസ്ഫോമറിലും ഉണ്ടാവില്ല. ഇതൊരു കമ്പനി ട്രാൻസ്ഫോമർ ആയതുകൊണ്ട് ഇതിനകത്ത് വോൾട്ടേജ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇതിലൊരു 16 വോൾട്ട് കാണുന്നത് ബ്ലൂ ബ്ലാക്ക് ബ്ലൂ ആണ്. അപ്പൊ ഈ ബ്ലൂവും ഈ ബ്ലാക്കും ഈ ബ്ലൂ ആണ് 16 വോൾട്ട്. അപ്പൊ ഇത് നേരിട്ട് നമുക്ക് റെക്ടിഫൈ ചെയ്തെടുത്തിട്ട് നമുക്ക് റെഗുലേറ്റർ വെച്ചിട്ട് 12 വോൾട്ട് ഉണ്ടാക്കാം. നേരെ മറിച്ച് ഇങ്ങനെയുള്ള 2 ലൈനാണ് വരുന്നത് വെച്ചാലോ ഇതിലിപ്പോ ഇത് 12 വോൾട്ടോ അല്ലെ 16 വോൾട്ടോ ആണെന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതുപോലെ 2 ഡയോഡ് പോരാ, നമ്മൾ ഇതുപോലെ 4 ഡയോഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ ഉണ്ടാക്കണം. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഞാൻ പിടിച്ച് ഈ 2 ഭാഗത്തും നമ്മൾ ഇങ്ങനെയുള്ള ഈ വയർ കൊടുക്കുക. ഇതിന്റെ ഔട്ടിൽ ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവും ആണ്. അപ്പോൾ അതിന്റെ ഔട്ട്പുട്ട് നമുക്ക് സ്റ്റേബിൾ ആയിരിക്കില്ല. നമ്മൾ അതിനകത്ത് ഒരുപാട് റിപ്പിൾ വോൾട്ടേജ് ഉണ്ടാവും. അപ്പോൾ ആ റിപ്പിൾ നമ്മൾ റെഗുലേറ്റർ വെച്ച് കുറച്ചിട്ട് സ്റ്റഡി ആക്കി എടുത്തിട്ട് നമുക്ക് വേണ്ട 12 വോൾട്ട് ഉപയോഗിക്കാം. അതുപോലെ ഇത് മറ്റൊരു തരം ട്രാൻസ്ഫോമർ ആണ്, ടൊറോയിഡൽ അല്ല, നമ്മളെ സാധാരണ ട്രാൻസ്ഫോമർ ആണ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഈ കാണുന്നത് 27 ആണ്, ഈ യെല്ലോ റെഡും. ഈ കാണുന്നത് 16 വോൾട്ട് 0, അതായത് ഗ്രൗണ്ട്. അപ്പൊ അങ്ങനെ ടാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് അതിൻ്റെ അകത്ത് മറ്റ് സെക്ഷൻ ബോർഡുകൾ അങ്ങനെ ഫാനൊക്കെ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. സത്യത്തിൽ അങ്ങനെ ഉപയോഗിക്കാനാണ് കൊടുക്കുന്നതെങ്കിലും നമ്മൾ ഫാനൊന്നും ഇതിൽ കൊടുക്കരുത്. അതല്ലാതെ ബോർഡുകളൊക്കെ നമുക്ക് ഇതിനകത്ത് നിന്ന് ലോഡ് ചെയ്യാം. അപ്പൊ ഇതിലിപ്പോ കാണുന്നത് 3 വയറാണ്. അപ്പൊ ഇതിൽ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാ വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ 2 ഡയോഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിന്റെ അകത്തേക്ക് റെക്ടിഫയർ ഉണ്ടാക്കുക. ആ റെക്ടിഫയർ ഉണ്ടാക്കിയതിന് ശേഷം റെഗുലേറ്റ് ചെയ്തെടുത്താൽ നമുക്ക് സ്റ്റഡിയായ 12 വോൾട്ട് കിട്ടും. അതൊരു വഴി. പിന്നുള്ളത് ഇതിനകത്തുനിന്നുള്ളത് ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ഇതിന്റെ അകത്തുനിന്നും നമ്മൾ ഇതുപോലെ യെല്ലോ ഒന്ന് റെഗുലേറ്റ് ചെയ്തെടുത്തിട്ട് റെക്ടിഫൈ ചെയ്തെടുത്തിട്ട് റെഗുലേറ്റ് ചെയ്തെടുക്കണം. പക്ഷെ എങ്ങനെയുള്ള ടാപ്പിംഗ് നമ്മൾ ആംപ്ലിഫയറിനകത്തുള്ള ഫാൻ ഉപയോഗിക്കരുത്. അത് ഒരുപാട് ഹിസ്സിങ്ങും നോയ്സും ഒക്കെ ഉണ്ടാക്കും. അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ എക്സ്ട്രാ ഒരു 12 വോൾട്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ ഫാൻ കണക്ട് ചെയ്യുക. അതായത് ഇതിനകത്തുനിന്ന് നമ്മൾ ഒരു എക്സ്ട്രാ റെക്ടിഫയർ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഫാൻ കണക്ട് ചെയ്യുക. അതാണ് ഈ നോയ്സ് കുറയ്ക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. സാധാരണ ലോക്കൽ ഫാനുകളൊക്കെ ഉപയോഗിച്ചാലാണ് അങ്ങനെയുള്ള നോയ്സുകൾ ഉണ്ടാവാറ്. നല്ല ക്വാളിറ്റി ഫാൻ ഉപയോഗിച്ചാൽ ഇങ്ങനെയുള്ള എങ്ങനെ ഉപയോഗിച്ചാലും നമുക്ക് നോയ്സ് ഉണ്ടാവില്ല. പക്ഷെ ഇങ്ങനെയുള്ള മെയിൻ സപ്ലൈ, അതായത് ഇങ്ങനെ ഇതിപ്പോ മെയിൻ സപ്ലൈ ആണ്, നമ്മളെ മെയിൻ പവർ ബോർഡിലേക്ക് പോകുന്ന സപ്ലൈ. അതുപോലെ ഇത് മെയിൻ പവർ ബോർഡിലേക്ക് പോകുന്ന സപ്ലൈ. അപ്പൊ അങ്ങനെയുള്ള ഇതിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ആ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട്, അതായത് റെക്ടിഫയർ ഉപയോഗിച്ചിട്ട് എടുത്തിട്ട് റെഗുലേറ്റ് ചെയ്ത് ഉപയോഗിക്കരുത് എന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഇത് ഫ്രീ ആയിട്ട് നമ്മളെ പവർ ആമ്പിന് കിട്ടേണ്ട പവർ സപ്ലൈ ആണ്. അതിനെ ഇന്ററപ്റ്റ് ചെയ്യുക, അതിന് മറ്റ് ഡ്രെയിൻ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഇതിനെ ബുദ്ധിമുട്ടാകില്ല. അതായത് ഡ്രോപ്പ് വരാനും വർക്കിംഗിൽ ക്ലാരിറ്റി കുറവ്, ബേസ് കുറവൊക്കെ വരാൻ ഇത് കാരണമാവും. അപ്പൊ അതിനെന്തായാലും നമ്മൾ ഈ എക്സ്ട്രാ വരുന്ന എക്സ്റ്റൻഷൻ, അതായത് എക്സ്ട്രാ ടാപ്പിങ്ങുകൾ
കൊടുത്തുള്ളത് മാത്രം ഉപയോഗിക്കുക. ഇതുപോലുള്ള എക്സ്ട്രാ ട്രാൻസ്ഫോമറുകൾ ഉപയോഗിക്കുക. അതാണ് ഏറ്റവും നല്ലത്, എക്സ്ട്രാ ട്രാൻസ്ഫോമർ ഉപയോഗിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ഈ ട്രാൻസ്ഫോമറിൽ നിന്ന്, അതായത് ഇതിപ്പോ 27 32 ഒക്കെയാണ്, പക്ഷേ 12 വോൾട്ട് ആയാലും ഇങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. 12 വോൾട്ട് ആണ് ഇവിടെ വന്ന് നിൽക്കുന്നതെങ്കിൽ നമുക്ക് ഈ +12ഉം ഈ ഗ്രൗണ്ടും ഉപയോഗിച്ചിട്ട് എടുക്കാം. പക്ഷെ അത് നല്ലൊരു രീതിയല്ല, അതൊരു തെറ്റായ രീതിയാണ്. അത് ഇതിന്റെ ആംപ്ലിഫയറിന്റെ എല്ലാ പെർഫോമൻസിനെയും ബാധിക്കുന്ന രീതിയാണ്. അപ്പോൾ ഡുവൽ സപ്ലൈന്ന് എക്സ്ട്രാ ടാപ്പിംഗ് എടുക്കുന്നതിനെ പറ്റിയുള്ള ആ സംശയം അത് ചോദിച്ചവർക്കൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ, അതായത് ഒരാളിൽ അതൊരു 10-15 ആൾ ഒരേപോലെ സംശയങ്ങൾ ചോദിക്കുമ്പോഴാണ് ഞാനത് വീഡിയോ ആയിട്ട് ചെയ്യാറുള്ളത്. ഇനിയും സംശയങ്ങളുള്ളത് നിങ്ങൾ കമന്റിൽ ചെയ്യുക. ഞാൻ എപ്പോഴും റിപ്ലൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾ ആരും ഒന്നും വിചാരിക്കരുത്, അത് തിരക്ക് കാരണമാണ് റിപ്ലൈ ചെയ്യാൻ പറ്റാത്തത്. അപ്പൊ എന്തായാലും എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്ക് ചെയ്യുക. ഇങ്ങനെയുള്ള വീഡിയോസ് കൂടുതൽ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം.